ആരൊക്കെ എന്നെ വിളിച്ച് നെട്ടിച്ചു? പറ്റിച്ചോണ്ടാണ് പേടിച്ചേ. അമ്മനെ കൊണ്ട് ആരെ പറയിപ്പിച്ചു? അമ്മനെ കൊണ്ട് എങ്ങനെ അതെ ഞാൻ വീഡിയോ എടുത്തത് ഒഴിവാക്കിക്കളാ. െതിരെ ഇവര് കൊണ്ട് പ്രസവിപ്പിച്ച് ഓരോരുത്തർ കള്ള പരാതി കൊടുപ്പിച്ചാൽ നോക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ടാ ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ ഇനി അവസാനം കൊടുക്കാനല്ലോ നോക്കുന്നത്. വീഡിയോയിലാ പറഞ്ഞേ ഓല വീഡിയോയിൽ ഓല പേരെ ഉപകാരം ചെയ്തിട്ട് ഉപദ്രവം ഞാൻ കേസ് കൊടുക്കുന്ന നടക്കണേ. ഓഫ് ചെയ്യാൻ പറഞ്ഞു ഓഫാക്കാൻ പറഞ്ഞു എല്ലാം കേസ് കൊടുക്കല്ലേ എന്റെ പേരിൽ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു നമസ്കാരം. ഇന്ന് ഒരു വീഡിയോ ഇടണം എന്ന് കരുതിയല്ല, പക്ഷേ ചില വിഷയങ്ങൾ എനിക്കെതിരെ ആരോപണങ്ങളായി ഉയർന്നു തുടങ്ങിയപ്പോൾ ആ വിഷയം നിങ്ങളിലേക്ക് എത്തിക്കണം, നിങ്ങളെ അത് ബോധ്യപ്പെടുത്തണം എന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. 2 ദിവസം മുന്നേ കൂട്ടിൽ, അത് എൻ്റെ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ മംഗള പഞ്ചായത്തിൽ കൂട്ടിൽ പ്രദേശത്തുള്ള കള്ളിക്കൽ കോളനി ആദിവാസികളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫേസ്ബുക്കും യൂട്യൂബ് പേജിലൂടെ റിലീസ് ചെയ്തു. അത് പൊതുമധ്യത്തിലെത്തിയപ്പോൾ ചർച്ചയായി. ആ ചർച്ചയ്ക്ക് പിന്നാലെ ഒരുപാട് വിമർശകരും ഒരുപാട് സപ്പോർട്ടുള്ളവരും വന്നു. ഇത് ചർച്ചയായ സമയത്ത് ഇതിൻ്റെ പിന്നിൽ നിന്നും ഒരുപാട് പേരുടെ സ്വരങ്ങൾ ഉയർന്നു തുടങ്ങി എനിക്കെതിരെ. ഈ വിഷയത്തിൽ ആദ്യമായിട്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഞാൻ ഒരിക്കലും ഒരു കണ്ടന്റിന് വേണ്ടിയോ ഒരു വീഡിയോക്ക് വേണ്ടിയോ അവരെ സമീപിച്ചിട്ടില്ല. ഓൾറെഡി ഞാൻ ചെയ്യുന്ന കണ്ടന്റുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എൻ്റർടൈൻമെൻറ്റ് കണ്ടന്റുകളോ മറ്റു കോമഡി റീൽസോ കാര്യങ്ങളാണ് ചെയ്യാറ്. ഇത്തരം തരത്തിലുള്ള മറ്റുള്ള സാമൂഹിക വിഷയങ്ങളോ കൂടുതൽ ഇടപെടുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ ഫാമിലി ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന. പക്ഷേ സാഹചര്യവശാൽ എനിക്ക് ചില കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ അടുത്ത് പോത്ത് വളർത്തുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ഞാൻ ആ പോത്തിന് വേണ്ടി പുല്ലുമായിട്ട് ബന്ധപ്പെട്ട് ആ ഭാഗത്തേക്ക് പോയപ്പോൾ അവരെന്നോട് നിർബന്ധപൂർവ്വം നേരിട്ട് വന്ന് ഈ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടാണ് ഞാൻ ആ പുല്ലെരിയുന്ന സംഭവം അവിടെ നിർത്തി വെച്ച് തിരിച്ചു വന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് അവരുടെ വീഡിയോ അവരുടെ അവസ്ഥ എനിക്ക് കാണിച്ചു തന്നതിന് മുന്നേ ഇതാണ് ഞങ്ങളുടെ അവസ്ഥ, നിങ്ങൾ ചോദ്യം വിളിക്കണം ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് അവിടെ കുറച്ച് ചെക്കന്മാർക്ക് അറിയാം. അപ്പം അവരോടുള്ള ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിൽ ഞാൻ ആ വീഡിയോ ചെയ്തതാണ്. അല്ലാതെ ഒരു വ്യക്തിയെയോ ഒരു ജാതിയെയോ ഒരു മതത്തെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സംഘടനയോ ഒന്നും കരിവാരി തേക്കണം അല്ലെങ്കിൽ അവരെ മോശക്കാരാക്കണം എന്നുള്ള ചിത്രീകരിക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു ഉദ്ദേശത്തോടുകൂടി ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഉദ്ദേശം എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് ഉയർന്നിരുന്നത് ഞാൻ എന്തൊക്കെയോ ഒരു പ്ലാൻ ചെയ്ത് പോയി വലിയൊരു വീഡിയോ സംഭവമാക്കി എടുത്തു എന്നതാണ്. ആ വീഡിയോ പുറം ലോകത്തെത്തി, എല്ലാവരും കണ്ടു. ഏകദേശം കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വിളിക്കുന്നത് ഇവരെ ആദിവാസി പ്രമോട്ടർ എന്ന പേരിലാണ് ഒരാളിനെ വിളിക്കുന്നത്. അയാൾ വിളിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ തിരക്കി, എന്താണ് ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കാരണം, എന്താണ് അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുത്തു. അപ്പോൾ അയാളായിക്കോട്ടെ അതിനിപ്പോൾ എന്താ ചെയ്യാം, നിങ്ങൾ എന്തുകൊണ്ടാണ് ആ വീഡിയോ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചിട്ട് പറഞ്ഞു, സാധാരണ മനുഷ്യന്മാർ കടന്നുറങ്ങുമ്പോൾ അവർക്ക് ചോരാതെ കിടക്കണം, ചോർന്ന് വിളിക്കുന്ന വീട്ടിൽ കടന്നുറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതിന് ആ ചോർച്ച മാറ്റി കൊടുക്കാനുള്ള സംവിധാനം എന്തെങ്കിലും നിങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിച്ചുകൊണ്ട് അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ട് അയാളോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഓക്കെ, അത് നമുക്ക് അതിന് പരിഹാരം കണ്ടെത്താം എന്ന് പറഞ്ഞു. വളരെ മാന്യമായിട്ട് ഭയങ്കര സപ്പോർട്ടീവായിട്ടാണ് അയാൾ എന്നോട് സംസാരിച്ചത്. അതിനുശേഷം എനിക്ക് നിരന്തരം ഒരുപാട് കോളുകളും കാര്യങ്ങളൊക്കെ വന്നു. ഒരുപാട് പേര് ആ വീഡിയോ ഇട്ട് ശരിയായില്ല പറഞ്ഞു. ഒരുപാട് പേര് എന്തിനാ ആ വീഡിയോ ഇടാൻ പോയി എന്ന് പറഞ്ഞു. എന്തിനാ അത്തരം രീതിയിലുള്ള ആൾക്കാരെ മുന്നോട്ട് നയിക്കുന്നത്, അവർക്ക് വേണ്ടി വീഡിയോ ചെയ്ത് എന്തിനാന്ന് ചോദിച്ചു. ഞാൻ ഉദ്ദേശിച്ച ഒരു മനുഷ്യന്മാരാണ് അവർ, നമ്മൾ മനുഷ്യന്മാരാണ്. നമ്മൾ മനുഷ്യത്തിൻ്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടും പ്രയാസം അടങ്ങാൻ കണ്ടപ്പോൾ ഞാനാണെങ്കിലും ചോദിക്കുന്നത് വീട്ടിൽ കിടക്കാൻ അതിൻ്റെ ഇടങ്ങാറ് നമുക്കറിയാലോ. അപ്പോൾ ആ ഒരു മനുഷ്യന്മാരെന്നില്ല എനിക്ക് ഒരു ഇടങ്ങാറ്. ഇവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ഒരു തടസ്സം വേണ്ട, അത് എത്രയും പെട്ടെന്ന് അവരിലേക്ക് എത്തി. ഈ മഴക്കാലമാണല്ലോ, അപ്പോൾ ഈ മഴയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാലാവസ്ഥ നിൽക്കുമ്പോൾ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ സുഖമായിട്ട് കടന്നുപോയി കൂടെ മനുഷ്യന്മാരെല്ലാം ഒരു നിലയിലേക്കാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. ഞാൻ നിരവധി കോളുകൾ വന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് എനിക്കൊരു കോൾ വന്നു. ഈ കോളിലുള്ള ചേച്ചിയാണ് എന്നെ വിളിച്ചത്, ആ വീഡിയോ പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം പറഞ്ഞ ചേച്ചി അങ്ങനെ പിൻവലിക്കാൻ പറ്റില്ല, നിങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തല്ലേ, ഞാൻ ആ പൊതുസമൂഹത്തിൽ ഇപ്പോൾ വലിച്ചു കഴിഞ്ഞാൽ ഞാനതിൽ കള്ളനാവും നിങ്ങൾക്ക് തോന്നിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ പറ്റില്ല, പിൻവലിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന കുറേ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കും. അപ്പോൾ അതാരെ പറഞ്ഞു വെച്ചാൽ അങ്ങനെ മോളിൽ അവിടെ നിന്ന് ആൾക്കാർ വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വീഡിയോ പിൻവലിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പിൻവലിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് കേസ് കൊടുക്കുന്നതാണ്, എൻ്റെ പേരിൽ കേസ് കൊടുക്കുന്നതാണ്. ആ കേസ് കൊടുക്കുന്നു പറയുമ്പോൾ അതിൻ്റെ ബാക്കിൽ നിന്ന്, ചേച്ചിയുടെ ബാക്കിൽ നിന്ന് ആരോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേസ് കൊടുക്കും പറഞ്ഞതാണ്. അപ്പോൾ ആ വോയിസ് നിങ്ങൾക്ക് ശരിക്കും ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. ഇനി നേരെ നമുക്ക് ആ വോയിസ് കേട്ടിട്ട് ബാക്കി കേൾക്കാം. ഹലോ അത് ഓഫാക്കിക്കളാ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ മുകളിൽ നിന്നൊക്കെ പൊലി വന്നിക്കണു. അത് ഞാൻ എന്നാലും വീഡിയോ എടുത്തത് ഒഴിവാക്കിക്കളാ. ഇതാരാ വിളിച്ചാരാ? അത് ഓഫാക്കാൻ കഴിച്ചില്ലല്ലോ, പോയില്ലേ? ആ പോയാലും എന്നാലും ഉണ്ടാവുമല്ലോ, എന്നാൽ അത് ഉള്ള ഓഫാക്കിക്കളാ. ആരെങ്ങളോട് പറഞ്ഞത് ഓഫ് ചെയ്യാന്? ഞാൻ പറയാ, ഞങ്ങൾക്ക് കേറുണ്ട്, ഞങ്ങൾക്ക് ഇല്ലാതായി. അല്ല, ആരാ വിളിച്ച് പറഞ്ഞത് നിങ്ങളെ? നിലമ്പൂരിലെ പ്രമോട്ടറൊക്കെ വിളിച്ച് പറഞ്ഞോളൂ. പ്രമോട്ടറോ? പ്രമോട്ടർ ഓഫ് ചെയ്യാൻ പറഞ്ഞു? അത് ഓഫാക്കാൻ പറഞ്ഞു. എല്ലാം കേസ് കൊടുക്കല്ലേ എന്റെ പേരിൽ. എന്നാ പിന്നെ നിങ്ങൾ കേസ് കൊടുത്തോളി, കുഴപ്പമില്ല കേട്ടോ. ആ കാളെ
അല്ല നിങ്ങൾ കേസ് കൊടുത്തോളി. പ്രൊമോട്ടറും കൂട്ടിയിട്ട് നിങ്ങൾ സ്റ്റേഷനിൽ പോയിട്ട് എന്റെ പേരിൽ പരാതി കൊടുക്കിട്ടോ. നിങ്ങൾ പറയണമെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ വീഡിയോ എടുത്തു. അപ്പൊ വീട് എടുക്കണ്ട പറഞ്ഞപ്പോ എനിക്ക് ഒഴിവാക്കിയാല് നിങ്ങൾ എടുക്കാൻ പറയുമ്പോ ഞാൻ എടുക്കാം, നിങ്ങൾ കളയാൻ പറയുമ്പോ ഞാൻ കളയാം. അതെങ്ങനെ ശരിയാവുക? എന്താ ഒഴിവാക്കിയാല്? അതെങ്ങനെ ശരിയാവുക? ഞാനൊരു ചാനലിൽ ഇടാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞിട്ട് ഞാനത് ഇട്ടിട്ട് പിന്നെ അത് എടുക്കാൻ പറയാം. അപ്പൊ ആൾക്കാർ വിളിച്ചപ്പോ ഞാൻ എന്താ മറുപടി പറയാ? ഇനി നിങ്ങളെ പ്രൊമോട്ടർ വിളിച്ചിനോ? ഞങ്ങൾക്ക് എത്ര ആൾക്കാരും മോളിനൊക്കെ വിളി വരുന്നത്? പിന്നെ അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് മോളിൽ നിന്ന് വിളി വരും ഇല്ലത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ? ഇത് ഇട്ട് കഴിഞ്ഞാൽ മോളിൽ നിന്ന് വിളി വരും. അപ്പൊ നിങ്ങൾ എന്താണ്? ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. സോമേട്ടനെവിടെ? സോമേട്ടനോട് വിളിച്ചാൽ മതി. സോമേട്ടനോട് പറഞ്ഞോളാം. നിങ്ങൾ പറഞ്ഞിട്ട് അല്ല, നിങ്ങൾ കേസ് കൊടുക്കുകയാണെങ്കിൽ കൊടുത്തൊളിച്ച് കുഴപ്പമില്ല. കേസ് നിങ്ങൾ കേസ് കൊടുക്കാന്നല്ലേ പറഞ്ഞത്? നിങ്ങളെ പ്രൊമോട്ടറെ വിളിച്ച് പറഞ്ഞിട്ട് കേസ് കൊടുക്കല്ലേ? ഞങ്ങൾ പറഞ്ഞു കേട്ടാല് അത് ഞങ്ങൾ കാണാൻ പറഞ്ഞല്ലേ എന്നോട്. എങ്ങനെ ഒറ്റപ്പാടൊന്നും ഉണ്ടാക്കണ്ടോ? ഒഴിവാക്കിയാൽ മതി എനിക്ക്. അല്ല നിങ്ങൾ അല്ല ഞാൻ പറയണ ഇങ്ങോട്ട് ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇത് വിളിച്ചാണ് ഇങ്ങോട്ട് പറയണത്? അത് പറയും. ഞങ്ങൾ ആര് വിളിച്ചാൽ ഞങ്ങൾക്ക് അതിനുള്ള ആൾക്കാർ പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്യണം. മോളിന്ന് പോലീസുകാരൊക്കെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. പോലീസുകാരോട് വിളിച്ചാൻ പറയും. ഞാൻ അപ്പൊ കളഞ്ഞോളാം. പോലീസുകാരോട് വിളിച്ചാൻ പറയേ. അപ്പൊ ഒഴിവാക്കിയൊക്കെ ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ താമസം എല്ലാവരും ഇവിടെ താത്തങ്കൂട്ടൊക്കെ ഉണ്ട്. ഞാൻ പറയണ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾ ഇടാൻ പറഞ്ഞിട്ടാണ് ഞാനത് ഇട്ടത്. പിന്നെ നിങ്ങൾ വലിച്ചണെന്ന് പറയുമ്പോ ഞാനത് ഇങ്ങനെ ഒഴിവാക്കാൻ കഴിയുന്നത്? ആയിക്കോട്ടെ, ചെല്ലി കേസ് കൊടുക്കി. ഇപ്പൊ നിങ്ങൾ കേട്ട ഈ വോയിസ് എനിക്ക് കോൾ വന്നതാണ്. ഈ കോൾ വിളിച്ച് ഇന്നലെ ഉച്ചയോടുകൂടി ഞാനിത് അവസാനിപ്പിച്ചു. കാരണം വെച്ചാൽ ആ കോള് വലിയ കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാണ് ഇങ്ങനെയുള്ള കോളുകൾ വരും. കാരണം വെച്ചാൽ ഒരു പാവങ്ങൾ അവരെ പോയി ഭീഷണിപ്പെടുത്തി അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ അവർ ഇങ്ങനെയൊക്കെ പറയും. അപ്പം അതുകൊണ്ട് തന്നെ ഞാനത് മൈൻഡ് ചെയ്യാതെ. അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ അങ്ങാടിയിൽ ഇറങ്ങി ഒരു ചായ കുടിച്ചിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അവരുടെ കൂടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വിളിച്ച ചേച്ചിയുടെ മോൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഇന്നലെ നിങ്ങൾക്ക് അമ്മ വിളിച്ചില്ലേ, നിങ്ങൾ ആ പിന്നെ വീഡിയോസ് വലിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ മോനെ വലിച്ചിട്ടില്ല, വലിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ ഇടയിൽ കളനാവും, അതുകൊണ്ട് എനിക്ക് വലിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ നിങ്ങൾ അതെന്ത് വലിക്കാൻ ഞാൻ ചോദിച്ചു. അപ്പോൾ നമ്മൾ വലിക്കാൻ പറ്റില്ല, അത് എന്തായാലും ഞാൻ വലിക്കൂല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ വീഡിയോ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഇട്ടു, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞപ്പോൾ ഇട്ടു, ഇനി നിങ്ങൾ പറയുമ്പോൾ വലിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടില്ല, എന്താണ് നിങ്ങൾ ബുദ്ധിമുട്ട് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അവിടുന്ന് ആൾക്കാർ വരുന്നുണ്ട്, ഇവിടുന്ന് ആൾക്കാർ വിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഞങ്ങൾ വീഡിയോയിൽ നിന്നിൻ്റെ പേരിൽ ഞങ്ങൾ അതിന് മറുപടി പറയേണ്ടത്, ഞങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളില്ലാതെ ഒരുപാട് പരാതികളുണ്ട്. അപ്പോൾ മോനെ ചെയ്ത് ക്യാമറ മുന്നിൽ പറയാൻ തയ്യാറെന്ന് ചോദിച്ചു. അപ്പോൾ മോനക്ക് പേടിയാണ്, ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. അങ്ങനെ എന്ത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വണ്ടി നിൽക്കുന്ന എൻ്റെ സുഹൃത്താണ്. അപ്പോൾ അവൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാരണം ഈ പേടിക്കണ്ട, ഈ ഒരു കാര്യം ക്യാമറ ഇവിടെ ഓൺ ആക്കി വെച്ചിട്ട് അവനോട് വിളിച്ചു കൊണ്ടുവരണം. ഞാൻ എന്നിട്ടാണ് അവനെ വിളിക്കൊണ്ടിട്ട് മീൻകാരം വിളിക്കൊണ്ടിട്ട് വിളിച്ചു കൊണ്ടു. അങ്ങനെ വിളിച്ചിട്ട് അവനോട് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് ബോധ്യപ്പെടും. അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ്. എൻ്റെ അടുത്ത് ഞാനായിട്ട് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഞാനായിട്ട് ഇവർ ഇതിലേക്ക് പ്രേരിപ്പിച്ചിട്ടില്ല, ഒരാൾ കരിവാരിത്തേക്കാൻ ശ്രമിച്ചിട്ടില്ല, ഒരു രാഷ്ട്രീയമോ മതമോ ജാതിയോ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി ചെയ്തതല്ല. ഇവരെ നിസ്സഹായ അവസ്ഥ കണ്ടിട്ട് ഒരു വീഡിയോ ഇട്ടതാണ്. അതിൻ്റെ പേരിൽ എനിക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ എനിക്കെതിരെ കേസ് വന്നാൽ ഈ വിഷയം ഇതുമായി ബന്ധപ്പെട്ടാണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവൻ്റെ വീഡിയോ ഞാൻ ഇവിടെ ഇടുന്നത്. അതും അവൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ്. നടിച്ചു അന്നെ ഫോണിൽ കുറിച്ചാണ് നടിച്ചൊക്കെ പറഞ്ഞു. പറഞ്ഞല്ലേ ആരൊക്കെ? എന്റെ അമ്മച്ചനൊക്കെ. അല്ല അമ്മനോട് അച്ഛനോട് ആരാ പറഞ്ഞത്? മേലത്തെ ആൾക്കാര്. ഏത് മേലത്തെ ആൾക്കാര്? മലീത്തെ മലത്തല്ല. ആരും വന്നിട്ടില്ല, ഒക്കെ വീടാ വന്നത്. അച്ഛനെ ഇന്നോട് വേറെ കാര്യം പറഞ്ഞില്ലേ? മറ്റേ ഇവര് വിളിച്ചിനു പറഞ്ഞു. വീഡിയോ കാണാനല്ലേ? പിന്നെ ആരായിരുന്നു? പിന്നെ ഒരാളും കൂടി പറഞ്ഞല്ലോ. പറഞ്ഞപ്പേ ഇങ്ങോട്ട് ഞാൻ ഇല്ലാത്ത കാര്യം പറഞ്ഞു ചോദിച്ചു. ഇല്ലാത്ത ചോദിച്ചിട്ടില്ലല്ലോ. അതെന്തായാലും കളയല്ല, അത് എല്ലാ കാര്യങ്ങളും അല്ല, അത് അവിടെ കടക്കും. അല്ല നിങ്ങൾക്ക് കള്ളുന്നതെന്ന് പറയിപ്പിച്ചൊന്നുമല്ലല്ലോ. നിങ്ങളോട് നിർബന്ധിച്ച് പറയിപ്പിച്ച നിങ്ങൾ പറഞ്ഞല്ലേ? അല്ല ഈ മൂന്നാൾക്കാരെന്ത് പറയണത് വീഡിയോ കാണണമെന്നോ? അതൊരു പേടിച്ചിട്ടല്ലേ? ഓല് പേടിച്ചത് എന്തിനാ? പറ്റിച്ചോണ്ടല്ലേ പേടിച്ചേ, അല്ലാതെ വേറൊന്നുണ്ടല്ലോ. ഞാൻ തന്നെ പറഞ്ഞ അമ്മത്തെ അത് നിങ്ങൾ പേടിച്ചിട്ട് ഒരു കാര്യമില്ല, അത് വന്നാ പറഞ്ഞാൽ മതി, നാളെ പറഞ്ഞാൽ മതി.
പേടിച്ചാൽ നമ്മള് പിന്നെ ബാക്ക്വിട്ടാവും. പിന്നെ നമ്മളെ കാര്യങ്ങള് പോലും നോക്കൂല. ഇല്ല. അമ്മനെ കൊണ്ട് ആരെ പറയിപ്പിച്ചു? അമ്മനെ കൊണ്ട് ഇന്നലെ ഫോൺ വീഡിയോ എടുക്കണ്ടേ? അതെന്താ വീടല്ലേ? നിങ്ങൾ ഇന്ന എയർ കയറ്റാൻ നോക്കിയാലും ഞാൻ നിങ്ങളെ എയർ കയറ്റും. എനിക്കെതിരൊരു പ്രശ്നം വന്നാൽ ഈ സാധനം ചാടും. എനിക്കെതിരെ ഇവര് കൊണ്ട് പ്രസിദ്ധിപ്പിച്ച് ഓരോരുത്തർ കള്ള പരാതി കൊടുപ്പിച്ചാൽ നോക്കുന്നുണ്ട്. ആ കള്ള പരാതി കൊടുപ്പിച്ച ആരാണെങ്കിലും ഞാൻ ഈ സാധനം ഏറെ കയറ്റും. അമ്മ ഇന്നലെ വിളിച്ചിട്ട് എന്റെ പേരിൽ കേസ് കൊടുക്കുന്ന പറഞ്ഞു. എന്റെ അമ്മ ആ വോയിസും ചിട്ട് റെക്കോർഡാ കേൾപ്പിച്ചതാ. എന്തിനാ പേര് കേസ് കൊടുക്കണേ? കാര്യമുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞല്ലോ. ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടല്ലോ വീഡിയോ ഇട്ടു. പിന്നെ നിങ്ങൾ ഇന്റെ പേര് കേസ് കൊടുക്കണെന്തിനാ? അത് തെറ്റല്ലേ? അതിനൊന്നും ഞങ്ങളെ വിടില്ല. നിങ്ങൾ എല്ലാരും ഞാൻ ട്രാപ്പ് ചെയ്യും. എനിക്കൊരു പ്രശ്നമല്ല. ഇതിന്റെ പേരിൽ ഞാൻ 15 ദിവസം റിമാൻഡ് പോയാലൊരു കുഴപ്പമില്ല. വീഡിയോ നടും. ഇത് മതി ട്ടാ, ഇത് മതി. ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? കാരണം പച്ചക്കല്ലേ? അല്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്യണോ? 2 അടിച്ചുകൂടോ? ഇനി അതാ കാരണം പറയാം 2 അടിപ്പിച്ചു. ഇവ ഇത് ചായപ്പീടി എന്ന് പറഞ്ഞിട്ട് അപ്പച്ച് ക്യാമറ ഓൺ ആക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ മീൻകട കൊടുങ്ങാണ്ട് ക്യാമറ വെച്ചിട്ട് ഓനെ പിടിച്ചോണ്ട് എല്ലാരും ഏറലേക്കാരോ. ഇനി കണ്ണഞ്ച് കറക്റ്റ് പറഞ്ഞു. ആരൊക്കെ എന്നെ വിളിച്ച് നെട്ടിച്ചു? അവിടെ വന്ന ആ വീഡിയോയിൽ വന്ന ചെക്കന്മാരെ മുഴുവൻ നെട്ടിച്ചു പറഞ്ഞില്ലേ ഇത്? പറഞ്ഞില്ലേ? ആരൊക്കെ എല്ലാരും പേടിപ്പിച്ചുണോ? എന്താ നടക്കണത്? കളഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ബാക്കി പറഞ്ഞിട്ടില്ല. ആ ഓല ചീത്ത അറിഞ്ഞു എന്തിനാ വീഡിയോയിലൊന്നും വെച്ചിട്ടില്ലേ? അപ്പൊ നിങ്ങളെ പേരെ ഞാൻ കുത്തി പൊളിച്ചാണോ? അല്ല. ആ ചോരുണ്ടോ? നിങ്ങളവിടെ പാത്രം വെച്ചുക്കണോ? പിന്നെന്താ പ്രശ്നം? അടുക്കളുണ്ടോ? നിങ്ങൾക്ക് അടുക്കളുണ്ടോ? കുളിക്കാൻ വെള്ളം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. എല്ലാരും ഞാൻ ഏറെ കയറ്റും. ഇനി ഏറെ കയറ്റാൻ നടക്കങ്ങള് തരായി തരാം. ഗവൺമെന്റ് വരും. വീഡിയോ എടുത്തില്ല നിങ്ങളായിട്ട് നടക്കൂല. നിങ്ങൾ അമ്മ ചയിച്ചാൻ കൂടാണേ. നിങ്ങൾക്ക് വേണ്ടിട്ടാ ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ ഇന്ന അവസാനം കൊടുക്കാനല്ലോ നോക്കിയത്. അന്റെ അമ്മ കേസ് കൊടുക്കുന്ന പറഞ്ഞ എന്തിനാ? ആര് പേടിച്ചിട്ട്? അമ്മ എന്തിനു പേടിച്ചു? അല്ല എന്തിനാ പേടിച്ചു? ആരെയാ പേടിപ്പിച്ച്? ഓലൊരു അലക്കും പേടിച്ചിട്ടുണ്ട. നിങ്ങൾക്ക് കിട്ടുന്ന അവകാശങ്ങൾ എല്ലാവരും കിട്ടും. അതിൽ കാട്ടുന്നോല് മുഴുവൻ പെടും. പറ്റേ പറ്റുള്ളൂ. ഇതിപ്പോ തന്നെ ഇറങ്ങുമല്ലോ. ഇതിപ്പോ തന്നെ ഇറങ്ങും. ഇതിനെ കൊന്നാലും അല്ല ഞാൻ മരിച്ചാലും അല്ല ഈ വീഡിയോ ഞാൻ ജനങ്ങളിലേക്ക് എത്തിച്ചു. എങ്ങനെ അറക്കണ്ടേ? വല്ലേ ഇന്നെ വിളിച്ച് ഇജിന്നോട് ചായപ്പിടിന്ന് എന്ത് പറഞ്ഞത്? പറഞ്ഞാണ് അനക്ക് നിന്റെ പ്രശ്നം വരികയാണെങ്കിൽ എന്റെ കാര്യം ഞാൻ ഏറ്റെടുക്കും. വീഡിയോയിലാ പറഞ്ഞേ. ഇവന് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഏറ്റെടുക്കാനുള്ള ഒരു ആംബിയർ നമുക്കുണ്ട്. നമ്മൾ ഈ പരിപാടി 4 കൊല്ലായി. മീനിന്റെ കാര്യം എടുത്തോ? ഒന്നാരഞ്ച മനുഷ്യന്മാരെ ഞാൻ ഇവരെ കള്ളിക്കൽ കോളനിയിൽ പോയിട്ട് പോലെ വീട് ചോദ്യവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ എടുത്തു. അതിൽ ഇപ്പോൾ 2 ദിവസമായി എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാണുന്നോല് മുഴുവൻ തുള്ളി അറിയാം, കാണുന്നോല് മുഴുവൻ ചീത്ത അറിയാം. പിന്നെ ഫോണിൽ യാതൊരു തൊഴിലുമല്ല. ഇന്ന് രാവിലെ കണ്ണം ആ കോളനിയിൽ ഇല്ലാണ് മീനാക്ഷിയുടെ മോനാണ്. അവിടെ അങ്ങാടിയിൽ വന്നപ്പോൾ എന്നോട് കുറച്ച് പറഞ്ഞു നിങ്ങളെന്ത് വീഡിയോ കളയാത്ത വെച്ചു. ഞാൻ വീഡിയോ കളയിലായിരുന്നു. കളയാത്തതിൻ്റെ കാരണം എന്താ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് കളഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കള്ളനാവുമെന്ന് വെച്ച് പറയാം. അതുകൊണ്ട് ഞാനത് കളഞ്ഞത്. അപ്പോൾ കണ്ണഞ്ഞോട് പറഞ്ഞു എന്തുകൊണ്ടെങ്കിലും കളയാൻ പറയുന്നു വെച്ചപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കണ്ണഞ്ഞോട് കടയിൽ നിന്ന് പറഞ്ഞു. ആ കടയിൽ നിന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? കണ്ണനോട് വെച്ചിട്ട് മുമ്പ് ക്യാമറ മുന്നിൽ പറയില്ലായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഓനെ പതുക്കെ ഇവിടെ ട്രാപ്പ് ചെയ്തു. ട്രാപ്പ് മീൻസ് പറഞ്ഞാൽ ഇഞ്ച തുണക്കാരൻ മൊല്ലിയും ഞാനും കൂടി ഇവിടെ ക്യാമറ വെച്ചിട്ട് ഓനെ ഞാൻ വല്ല വിളിച്ചു വിടുന്നു ചായക്കടയിൽ നിന്ന്. എന്നിട്ട് ഓനെ കൊണ്ട് പറയിച്ചാലൊക്കെ പറയിപ്പിച്ചു. ഇതിൽ വല്ല വെറ്റുള്ള കണ്ണ ഇപ്പം സമയം ഏതായിട്ടുള്ളല്ലോ രാവിലെ. അപ്പൊ ഇതാണ് വിഷയം. അപ്പൊ കണ്ണപ്പാക ബേജാറായിക്കാണ്. ഈ വീഡിയോ നിങ്ങൾ ഉറപ്പല്ലേ? എന്ത്
ഞാൻ ഇട്ടോ ഇഷ്ടമൊന്നുമില്ല. ഞാൻ എല്ലാ ആൾക്കാരും വന്ന് പറഞ്ഞാൽ ഞാനിത് പറയും. ഇജ്ജ് പറയും. അപ്പൊ ഇജ്ജ് ഇപ്പൊ എന്തിനാ പേടിച്ച്? എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞു മറ്റുള്ളൂ. ഇല്ലതാ പറഞ്ഞു വെച്ചിട്ട് പിന്നെ എന്തിനാ ഇന്നെ പേടിപ്പിച്ചോ? ഇന്നെ കേസ് കൊടുക്കുന്ന പറഞ്ഞോ? കേസ് കൊടുക്കണേ ഇവര് ഓല വീഡിയോയിൽ കിട്ടിയേ ആ ഓല പേരെ ഉപകാരം ചെയ്തിട്ട് ഉപദ്രവമാണ് ഞാൻ കേസ് കൊടുക്കുന്ന നടക്കണേ. ആര് കേസ് കൊടുക്കാന്ന്? അപ്പൊ ഓല മേലെന്ന് ആരൊക്കെ വിളിച്ചു നെട്ടിച്ചാൽക്കാരൊക്കെ കറക്റ്റ് കിട്ടും ചെയ്തു ഓൻ്റെ അടുത്ത് തന്നെ. ഇനി ഇതാണ് വിടും ഞാൻ.